അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് രാജേഷിൻ്റെ വീട്ടിൽ വളരെയധികം ഒച്ചപ്പാടാണ് രാവിലെ തന്നെ നാട്ടുകാർ കേട്ടത്. ഇറങ്ങും വാടി ഇങ്ങോട്ട്. തൻ്റേതല്ലാത്ത കൊച്ചിനെയും വയറ്റിലിട്ടുകൊണ്ട് നടന്ന് എന്നെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വാടി, ചവിട്ടി ഞാൻ കൊല്ലും നിന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ അട്ടഹസിക്കുന്നത്. സ്വന്തം കുഞ്ഞിൻ്റെ പിതാവാരാണെന്ന് പോലും അറിയാത്ത പിഴച്ച പെണ്ണാണ് നീ, ഇറങ്ങി വാടി എന്ന് പറഞ്ഞിട്ടാണ് അവൻ വിളിക്കുന്നത്. പക്ഷെ അവൻ്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. അവളെ എങ്ങനെയെങ്കിലും ഉപയോഗപ്പെടുത്തണം, അതും പ്രത്യേകിച്ച് തൻ്റെ ബോസിന് വേണ്ടി. പണക്കാരനായ അദ്ദേഹത്തിൽ നിന്ന് ലക്ഷ്യങ്ങൾ വാങ്ങണം എന്നുള്ളൊരു പ്ലാനിങ് ആണ് അവനുള്ളത്. തലേന്ന് രാത്രി തന്നെ അയാൾ വിളിച്ചിരുന്നു. രാജേഷ്, എടാ, എല്ലാം നശിച്ചു പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്താടാ? ഇനി എന്ത് പറയാനാ ബോസേ, അവൾ ഗർഭിണിയാണ്. അപ്പോഴേക്കും ഗർഭിണിയാവുന്ന കാര്യം ഞാൻ അറിഞ്ഞതുമില്ല. ഇങ്ങനെയാണെങ്കിൽ അവളെ കുറച്ചുകൂടെയൊക്കെ മുതലെടുക്കാമായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അത് കേട്ടുകൊണ്ട് അയാൾ പറഞ്ഞു, ഓഹോ, നിനക്കിപ്പോൾ അതാണോ ടെൻഷൻ? ഗർഭിണി ഏറി വന്നാൽ 1 മാസമൊക്കെ അല്ലേ ആയിട്ടുണ്ടാവുള്ളൂ. അതൊന്നും നിനക്കൊരു വിഷയമാക്കണ്ട. അതെ, അതിനൊക്കെ സിമ്പിൾ പരിപാടികൾ എത്രയുണ്ടടാ. ഒന്നെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ കലക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ. അതിലിപ്പോൾ നിൻ്റെ കൂടെ അവൾ വരാൻ തയ്യാറല്ലല്ലോ. അതൊന്നും വിഷയമേ അല്ല. നീയേ എന്തെങ്കിലും ഒരു മെഡിസിൻ വാങ്ങിയിട്ട് അവൾക്ക് വല്ലതിനിട്ട് കൊടുക്ക്. അതൊക്കെ ഉണ്ട് പൊയ്ക്കോളൂല്ലേ. നീ എന്താ ഇത്ര ടെൻഷനാകുന്നുണ്ടാ? അതിനെക്കുറിച്ച് നിനക്ക് ഐഡിയ ഇല്ലേ? ബോസേ, എൻ്റെ കല്യാണം ആദ്യമായിട്ടല്ലേ കഴിഞ്ഞത്. പക്ഷേ ഇത്ര പെട്ടെന്ന് എൻ്റെ ഭാര്യ ഗർഭിണിയാവുന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിനാണോടാ പണി? നല്ല രീതിയിൽ അവളെ സോപ്പിട്ട് മയക്കി ഇങ്ങോട്ട് കൊണ്ടുപോവാ, അതാണ് നല്ലത്. അന്ന് രാവിലെയാണ് രാജേഷ് അവളോട് ആ ഒരു കാര്യം പറഞ്ഞത്. ഡി, ഇവിടെ വന്നേ. എന്തായാലും ഗർഭിണിയാണെന്നൊക്കെയുള്ള കാര്യം അറിഞ്ഞു. കൺഗ്രാജുലേഷൻസ്. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം കേട്ടോ എന്നോട്. അറിയാതെ അപ്പോഴത്തെ ഒരു ലഹരിയിൽ എന്തൊക്കെ വിളിച്ചു പറഞ്ഞതാണ്. സാരല്ല, എന്തൊക്കെ തന്നെയായാലും വീട്ടിൽ നിന്ന് എനിക്ക് വേണ്ടി ഇറങ്ങി വന്നതല്ലേ നീയേ. എനിക്ക് വേണ്ടി എന്നെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ഇറങ്ങി വന്ന നിന്നെ അങ്ങനെ കൈവിടുന്നത് ശരിയല്ലല്ലോ. വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്കൊന്നൊക്കെ പോയി വരാം. അവൾക്ക് അല്പം ആശ്വാസം തോന്നിയെങ്കിലും മനസ്സിനുള്ളിൽ ഒരു ഭയമുണ്ടായിരുന്നു. മോളെ ശ്രീ, ഇങ്ങോട്ട് വന്നേ. പിന്നെ ചേട്ടൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം കേട്ടോ. അറിയാതെ പറ്റിപ്പോയതാണ്. പിന്നെയാണ് എനിക്കിങ്ങനെ തോന്നിയത്. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞാണല്ലോ അവളുടെ വയറ്റിൽ കിടക്കുന്നത്. എന്നിട്ടും ഞാൻ ഈ ഒരു സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ അതൊട്ടും ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ടാണ്. വാ മോളെ, ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം, അതായിരിക്കും നല്ലത്. അവൻ്റെ ആ ഒരു വാക്കുകളിൽ എന്തൊക്കെയോ ഒരു പന്തികേടുണ്ടോ എന്ന് അവൾക്ക് തോന്നിയത് കൊണ്ടാവാം അവൾ പറഞ്ഞു, വേണ്ട, അത് കുഴപ്പമൊന്നുമില്ല, ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നോ, അതൊന്നും ഇല്ല. പിന്നെന്താ നീ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്? നിനക്ക് ഗർഭമുണ്ടെന്ന് അമ്മയാണല്ലോ എന്നോട് പറഞ്ഞത്. തള്ള വെറുതെ ഓരോന്ന് കേട്ട് പറയാണോ? അത് ഞാൻ ഭക്ഷണം കഴിച്ചപ്പോൾ അറിയാതെ ഒന്ന് ഓക്കാനിച്ച് പോയി, അതുകൊണ്ടാണ്. അല്ലാതെ. ഓഹോ, അപ്പം എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ടൂറും കൂടെ വൈകാതെ പോവേണ്ടി വരും മോളെ എന്നവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾക്കത് മനസ്സിലായി. തന്നെ ചതിക്കുവാൻ വേണ്ടിയിട്ടാണ് തൻ്റെ ഭർത്താവ് എന്ന പേരുള്ള അയാൾ എന്നെ വിളിച്ചു കൊണ്ടുപോകുന്നതെന്ന്. വാ, പോയി നോക്കാം. എന്തൊക്കെ തന്നെയാലും ഹോസ്പിറ്റലിലൊന്ന് പോയി നോക്കേണ്ട വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. നീ ഡ്രസ്സ് മാറ്റ്. വേണ്ട, പിന്നെ പോയിക്കോളാം. അവൾക്ക് ഭയമായിരുന്നു. അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് തൻ്റെ കുഞ്ഞിനെ ഒഴിവാക്കാനായിരിക്കും എന്നുള്ള ഒരു ബുദ്ധി അവളിലേക്ക് ഉദിച്ചു വന്നു. അല്ലാതെ ഒരിക്കലും അവൻ എന്നെ സംരക്ഷിക്കൂല, അതെനിക്കറിയാം. എന്നെ വിറ്റ് പണമുണ്ടാക്കലാണ് അവൻ്റെ ലക്ഷ്യം. വേഗം മാറ്റ്, ഒരുങ്ങ് എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ചൂടാകുന്നു. ഞാനില്ല, നിന്നോട് ഇറങ്ങാനാ പറഞ്ഞത്. നീ എന്താ ഇറങ്ങൂലേ? ഇല്ല, ഞാനില്ല. എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അവനെ ഞാൻ വളർത്തു. അതാണായാലും ശരി, പെണ്ണായാലും ശരി, കുഞ്ഞിനെ എനിക്ക് വേണം. എന്താടി നീ പുലമ്പുന്നത്? ഇറങ്ങി വാടി ഇങ്ങോട്ട്. ഇപ്പം തന്നെ കുഞ്ഞ് മാനം കെടുത്താൻ വേണ്ടിയിട്ട്. അല്ല, ഇതിപ്പോൾ നിനക്ക് ഉറപ്പുണ്ടോ ഇതെൻ്റെ കുഞ്ഞ് തന്നെയാണെന്നുള്ളത്? അതോ മറ്റുള്ളവരുടെയൊക്കെ? രാജേഷ്, പ്ലീസ്.
തെമ്മാടിത്തരം പറയരുത്, അടിച്ച് ഞാൻ കരണം പൊട്ടിക്കും. അവളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവന് കലി കയറി. അവനതാ അവളെ വലിച്ച് പുറത്തേക്കിടുന്നു. ഇങ്ങോട്ട് ഇറങ്ങി വാടി, കണ്ണി കണ്ടവരുടെ ഗർഭം ചുമന്ന് എൻ്റെ പേരിൽ കെട്ടിവെച്ച് ഇവിടെ നീ നിൽക്കുക അല്ലേ? സുഖിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വടിച്ചാ വിട്ട് ഞാൻ കൊന്നുകളയും നിന്നെ നിൻ്റെ കുഞ്ഞിനെയും എന്ന് പറഞ്ഞ് അവൻ്റെ ഭയങ്കര ശബ്ദം കേട്ടുകൊണ്ടാണ് അമ്മ അങ്ങോട്ട് വന്നത്. എന്താ രാജേഷേ നീ കാണിക്കുന്നത്? അമ്മ എന്തിനോ ആവശ്യത്തിന് വേണ്ടി അപ്പുറത്തെ വീട്ടിലേക്ക് പോയിരുന്നു. എന്താ എന്താ നീ കാണിക്കുന്നത്? ഇറങ്ങി പോടാ അവിടുന്ന്. നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞതല്ല അവളെ തൊട്ടു പോരുതെന്നേ. വാ മോളെ ഇങ്ങോട്ട്. ദേ തള്ളനും മരുമോളും കൂടി ഞാൻ ചുട്ടുകളെ കേട്ടോ. ഓരോന്നിനെ കൊണ്ട് പറയിപ്പിക്കണ്ട. അവൻ വീണ്ടും അട്ടഹസിക്കുകയാണ്, അലറുകയാണ്. അവൻ അവളുടെ നേരെ വയറിന് നേരെ ചവിട്ടുവാൻ വേണ്ടി ഓങ്ങി വരികയാണ്. ശക്തമായി അവളെ തള്ളിയിട്ടപ്പോൾ അവൾ മലർന്നടിച്ച് വീണു. അവൻ്റെ അബലമായ കാലുകൾ കൊണ്ട് അവളുടെ വയറ് ലക്ഷ്യമാക്കി അവൻ ഓടിയെടുക്കുകയാണ്. പെട്ടെന്ന് അമ്മ വന്ന് അവളുടെ അടുത്ത് വന്ന് തടഞ്ഞു. പോടാ, എന്ത് തെമ്മാടത്തിനാണ് ഈ കാണിക്കുന്നത്? മോളെ പൊയ്ക്കോ, മോൾ ഇവിടെ നിൽക്കണ്ട, എവിടേക്കെങ്കിലും ഓടിപ്പോയിക്കോ, രക്ഷപ്പെട്ടോ. ഈ ഒരു നരകത്തിൽ എൻ്റെ മോൾക്ക് ഇവിടെ സുഖം ഉണ്ടാവില്ല. അവൻ സമ്മതിക്കൂല ആ കുഞ്ഞിനെ ഉണ്ടാകാൻ, ആ കുഞ്ഞിനെ ജീവിക്കാൻ സമ്മതിക്കൂല. നിനക്കോ സമാധാനം ഉണ്ടാവില്ല. മോൾ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കോ. കരഞ്ഞു കലങ്ങിയ അവളുടെ കണ്ണുകൾ, ബലം കുറഞ്ഞ അവളുടെ കാലുകൾ, ഗർഭിണിയായതിൻ്റെ പേരിൽ ക്ഷീണിച്ച ശരീരം, അവൾക്ക് ഒന്ന് ഓടാൻ പോലും ഒന്ന് നടക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. അവൾ അമ്മ ഞാൻ എന്ത് ചെയ്യും എനിക്ക് എന്ന് പറഞ്ഞ് മോള് വാ എന്ന് പറഞ്ഞ് ആ അമ്മയുടെ റൂമിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി. കണ്ടോ തള്ളേനെ കേടുവരുത്തുന്നത്. ആ കുഞ്ഞങ്ങാൻ ഇവിടെ വളരട്ടെട്ടോ. രണ്ടെണ്ണല്ല, ഇവിടെയുള്ള 4-5 വെച്ചക്കൂല ഞാൻ. കരുതിക്കോളി, വീടടക്കം ഞാൻ തീയിടും ഉറക്കത്തിൽ. അവൻ്റെ വായിൽ നിന്ന് വരുന്നതെല്ലാം അങ്ങനെയുള്ള നീചമായ വഴികളായിരുന്നു. നീ ഒന്ന് പോടാ, ഇത് നിൻ്റെ വീടെങ്ങാനുമാണോ എന്നുള്ള രീതിയിൽ ആ അമ്മയും വളരെയധികം അവനോട് പറയുന്നുണ്ട്. മോളെ ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. എനിക്ക് മോളെ നോക്കാനും കുഞ്ഞിനെ കാണാനൊക്കെ വലിയ കൊതിയുണ്ട്. പക്ഷേ ആ ഭ്രാന്തൻ്റെ കൂടെ ജീവിക്കാൻ മോൾക്ക് കഴിയില്ല കേട്ടോ. മോളുടെ ബുദ്ധിമോശം കൊണ്ട് ചെയ്തു പോയി. സാരല്ല, അതൊക്കെ പോട്ടെ. ഇനി ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധി വരാതിരിക്കട്ടെ. മോള് ചെല്ല്, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ ഇവിടെ നിന്ന്. ഒരിക്കലും മോൾക്ക് അറിയണല്ലേ മോളുടെ വീടൊക്കെ. പൊയ്ക്കോ, അവനില്ലാത്ത സമയം നോക്കി മോൾ പൊയ്ക്കോണ്ടി. അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ കവല വരെ ഞാൻ നിന്നെ കൊണ്ടുവിടാം. ബാക്കി ഒരു ഓട്ടോ വിളിച്ചെങ്കിലും പൈസയ്ക്ക് ഞാൻ തരാം. അവനില്ലാത്ത സമയം നോക്കി മോള് പോവണം കേട്ടോ. ഇല്ല, അവൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, നിൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊല്ലുക എന്നുള്ളത് മാത്രമാണ്. അവന് വേറെന്തൊക്കെയോ തെമ്മാടത്തിന് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇതിനൊന്നും അവനക്ക് ഒരു പണി ഉണ്ടാവില്ല, ഒരു വേദന ഉണ്ടാവില്ല. ഒരു കുഞ്ഞിൻ്റെ ജീവൻ മോളെ അത് നഷ്ടപ്പെടുത്തണ്ട. മോളെ അമ്മ പറയുന്നത് കേൾക്കണം കേട്ടോ. അവൾ നിശബ്ദമായി കരഞ്ഞു. തൻ്റെ വിധിയോർത്ത് ഏതൊരു സമയത്താണ് പഠിച്ചോനെ ആരുടെ കണ്ണീരാണ് എനിക്ക് തട്ടിയത് എന്നിവരെ അവൾ ഓർത്തു. അവൾ അപ്പോഴും തൻ്റെ ഷെഫി ഉസ്താദിനെ ഓർത്തു. എത്രമാത്രം നിഷ്കളങ്കനായ, സുന്ദരനായ, അത്യധികം സ്വഭാവമുള്ള, ദീനുള്ള ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തേക്ക് ഇട്ടെറിഞ്ഞ് ഞാൻ ഈ കാട്ടാളിൻ്റെ കൂടെ എന്ത് കണ്ടിട്ടാണ് റബ്ബെ ഒളിച്ചോടി പോകുന്നത്? ഞാൻ ഇവൻ്റെ ആ ഉശിരി കണ്ടിട്ടോ, അതാ ബുള്ളറ്റിൽ പറക്കുന്നത് കണ്ടിട്ടോ എനിക്കറിയുന്നില്ല. പക്ഷേ ഇങ്ങനെയൊരു വിധി. അവൾ തേങ്ങിക്കരഞ്ഞു. അമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മോള് കരയണ്ട, അവന് കുറച്ച് കഴിഞ്ഞ് ഇറങ്ങും. ആ ലെക്ക് ഒന്ന് കെട്ട് കഴിഞ്ഞാൽ ഓൻ ഇറങ്ങിപ്പോവും. പിന്നെ മോള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ വലിയൊരു ഇളക്കം ഇളകിക്കൊണ്ട് രാജേഷ് അങ്ങാടിയിലേക്ക് പോയിരിക്കുന്നു. അവൻ്റെ ബൈക്കെടുത്ത് ഈ ഒരു സമയത്ത് അമ്മ പറയുന്നു, മോളെ അവൻ വരുമ്പോഴേക്ക് എൻ്റെ കുട്ടി രക്ഷപ്പെട്ടോ. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചോളാം, മോൾക്കൊന്നും പറ്റില്ല കേട്ടോ. മോള് ഞാൻ കവല വരവാ, ഞാൻ കൊണ്ടാക്കി തരാം. മോൾക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ വേണ്ടമ്മ, ഒന്നും വേണ്ട. എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ മാത്രം മതി, വേറൊന്നും വേണ്ട. ആയിക്കോട്ടെ മോള് വാ എന്ന് പറഞ്ഞിട്ട് അതാ അമ്മ അവളെ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് രാജേഷിൻ്റെ ബുള്ളറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നു. അത് കേട്ടപ്പോൾ തന്നെ അമ്മയും അവളും പെട്ടെന്ന് അകത്തേക്ക് വലിഞ്ഞു. മോളോട് ആംഗ്യം കാണിച്ചു കൊടുത്തു. ഒന്നും പറയണ്ട, മിണ്ടണ്ട, പോകുന്ന വിവരം അറിയണ്ട, അഥവാ അറിഞ്ഞാൽ തന്നെ അവൻ വെച്ചേക്കില്ല എന്ന്. ഡീ
എന്നുള്ളൊരു ശബ്ദം കേട്ടുകൊണ്ടാണ് അവൾ നോക്കിയത്. നാ ഇത് കുടിക്ക്. ഇത് കുടിക്കാനാ പറഞ്ഞത്. എന്താടാ അത്? അത് ഗുളികയാണ്. എന്താ ഹോസ്പിറ്റലിൽ പോകണമെന്നൊന്നുമില്ല, അല്ലെങ്കിലും ഞമ്മക്ക് ഗുളിക കിട്ടും. അതാണ് കുടിച്ചു കഴിഞ്ഞാലേ അവളെ വയറ്റിലുള്ള തന്തയില്ലാത്ത കൊച്ചങ്ങ് നീങ്ങിപ്പോയിക്കോളും. എടാ വൃത്തി കെട്ടവനെ, നീ അനാവശ്യം പറയുന്നോ? കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഒരു മാസത്തിലേറെ ഇവിടെ താമസിപ്പിച്ചിട്ട് നിന്റെ കൊച്ചല്ലാന്നോ? നിന്നെ ആദ്യം തല്ലാൻ ആളില്ലായിട്ടാണ്, നിന്നെ പേടിക്കാനും ഇവിടെ ആളില്ല. അതാണ് നീ ഒരു ഗുണ്ടല്ലേ, റൗഡി, പോടാ തെണ്ടി എന്ന് പറഞ്ഞ് അമ്മ അവനെ അനാവശ്യം പറയുന്നു. ചിലക്കാതെ മരോൾക്ക് വായിൽ കുത്തി തിരികെ കൊടുത്തോ, അല്ലെങ്കിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരുടെ കൈകളിൽ ആ ഗുളിക ഏൽപ്പിക്കുന്നു. ഭക്ഷണത്തിൽ കലർത്തി കൊടുത്തോണം, ശരിക്ക് കുടിച്ചില്ലെങ്കിൽ. പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലെങ്കിലുണ്ടല്ലോ വെച്ചേക്കില്ലട്ടോ. പലവട്ടം ഞാൻ അതിങ്ങനെ പറയില്ല, ഒരു വട്ടം ഒന്നര തീർക്കലായിരിക്കും. ജയിലിൽ പോയാലും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് ക്യാഷാ വലുത്. എൻ്റെ ക്യാഷിന് തടസ്സമാകുന്ന എന്തെങ്കിലും ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ അപ്പം പറഞ്ഞു തരാം. തള്ളേ, ആ ഗുളിക അങ്ങ് കലക്കി കൊടുത്തേക്ക്. അവർ കരഞ്ഞുകൊണ്ട്, എന്താടാ നീ ചെറ്റത്തരം ചെയ്യുന്നോ? ഒരു കുഞ്ഞുണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് എത്രയോ ആളുകൾ, എത്രയോ ലക്ഷങ്ങൾ മുടക്കുന്നേ. ഇപ്പോൾ ദൈവം നമുക്കൊരു കുഞ്ഞിനെ തന്നിട്ട് നീ എന്താ അതിനെ കൊല്ലാൻ വേണ്ടി നടക്കുന്നത്? നിൻ്റെ മനസ്സിലെന്താ? ഞാൻ കെട്ടിയ എൻ്റെ ഭാര്യ, എനിക്ക് പല സ്വപ്നങ്ങളുണ്ട് അതിലൂടെ നേടിയെടുക്കാൻ. വെറും ഈ കല്യാണം കഴിയലും കുഞ്ഞുണ്ടാവലും മാത്രമല്ല ഞാൻ ലക്ഷ്യം വെക്കുന്നത്. എനിക്ക് പല ബിസിനസ് കൊണ്ട് ചെയ്യണമെന്നുണ്ട്. എനിക്ക് സുന്ദരിയായൊരു പെൺകുട്ടിയെ അതിനു വേണ്ടി കൂടിയാണ് ഞാൻ വളച്ചൊടിച്ച് കൊണ്ടുവന്നത്. അല്ലാതെ സ്വന്തം ഭാര്യയാക്കി ഇങ്ങനെ വീട്ടിലിട്ട് വളർത്താൻ മാത്രമല്ല. കണ്ടോ, അവരിലൂടെ പല ബിസിനസ്സും ഇന്ന് നേടിയെടുക്കാം. അത് നിങ്ങൾക്കറിയില്ല അതിനെ പറ്റിയൊന്നും. വെറുതെയാണ് ആൾക്കാർ പണക്കാരാകുന്നത്. ഇങ്ങനെയുള്ളൊരൊറ്റ എണ്ണം പോരെ. അങ്ങനെയാണെങ്കിൽ രാജേഷിന് ഇഷ്ടംപോലെ കുട്ടികളോട് കിട്ടാണ്ട്. എത്ര ഭംഗിയില്ലാത്ത കുട്ടികൾ വേണമെങ്കിലും ഉണ്ട് ഭാര്യയാക്കണമെങ്കിൽ. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ തിരഞ്ഞെടുത്തത്? അതിലൊരു പവറുണ്ട്. അത് കാണാനും ഭംഗിയുണ്ട്, മൊത്തത്തിൽ എല്ലാം കൊണ്ടും ലുക്കാണ്. അപ്പോഴേ അവളെ വെറുതെ ഇങ്ങനെ വീട്ടിൽ പൊണ്ടാട്ടേക്ക് നിർത്തിയിട്ട് ഒരു കാര്യമില്ല. അയിമെന്ന് എനിക്ക് കുറച്ച് സമ്പാദിക്കണം, അതാണ് എനിക്ക് ലക്ഷ്യം. അതിനെ മുമ്പായിട്ട് ആ ഗുളിക അങ്ങ് കൊടുത്തങ്ങ് ഇല്ലാതാക്കിയേക്ക്. അല്ലെങ്കിൽ ഇപ്പം തന്നെ വയറും വീർപ്പിച്ച് നടന്നാൽ ഒന്നിനും ആർക്കും ആവശ്യം ഉണ്ടാവില്ല, ആർക്കും പറ്റൂല. സ്വന്തം പെറ്റമ്മയോട് അവൻ പറഞ്ഞ ആ നീചമായ വാക്കുകൾ കേട്ട് ആ അമ്മ കണ്ണീരൊഴുക്കിപ്പോയി. അവരുടെ മനസ്സിൽ ദേഷ്യവും വിദ്വേഷവും പകയും കൂടിക്കൂടി വന്നു. രാജേഷേ, നീ ഇതിനെ അനുഭവിക്കടാ. നോക്കിക്കോ, പാവപ്പെട്ടൊരു പെൺകുട്ടിയെ ചാടിച്ച് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഓന് കണ്ണി കണ്ട ആണുങ്ങൾക്ക് വിൽക്കാൻ നടക്കുകയാണ്. ചെറ്റത്തരം കാണിക്കല്ലടാ. ഇതൊക്കെ ഒരു ആണത്തുള്ള സ്വഭാവമാണോ? എന്ത് സ്വഭാവം എൻ്റെത്? ഈ എൻ്റെ മോനായിപ്പോയില്ല എനിക്ക്. ഞാൻ വെറുത്തു പോയി. എങ്ങനെ ഇതിന് ഒരെണ്ണത്തിന് പ്രസവിച്ച് എനിക്കറിയില്ല. ഇത്രക്കും നീച സ്വഭാവം ഉള്ളതാണെങ്കിൽ വളർത്തണ്ടായിരുന്നു എന്നിവരെ തോന്നിപ്പോയി. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി, അതിനപ്പുറത്തേക്കായിട്ടൊന്നുമില്ല. അല്ലാതെ അവൾ ഇവിടുന്ന് ഇറങ്ങുന്നത് ഞാൻ ഒന്ന് കാണട്ടെ. നിങ്ങളെങ്ങാനും അവളെ പോകാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ബാക്കി ഞാൻ പറഞ്ഞു തരാം. സ്വന്തം മകനെ, സ്വന്തം ആങ്ങളയെ വീട്ടുകാർക്ക് തന്നെ ഭയമാണ്. കാരണം അവൻ ചില സമയത്ത് മദ്യപിച്ച് ലക്കില്ലാതെയായിരുന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ആ അമ്മ പറയുമായിരുന്നു, മോളെ നല്ലോണം വാതിലടച്ച് കുറ്റിട്ട് കിടക്കണം കേട്ടോ. അവന് ബോധമില്ലാതെ കയറി വരില്ലേ, അവനെ പറ്റി നിനക്കറിയണല്ലേ. എന്നാലും ഈ ഒരു പാവപ്പെട്ട പെൺകുട്ടി ഈ ചെക്കൻ്റെ കെണിയിൽ എങ്ങനെ വീണു എന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത്. വല്ലാത്തൊരു കഷ്ടകാലമായിപ്പോയി ആ കുട്ടിക്ക് വന്ന് പെട്ടത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഗർഭിണി ആയിട്ടില്ലെങ്കിൽ അത്ര ടെൻഷനില്ലായിരുന്നു. അതുകൊണ്ട് എങ്ങോട്ടേക്ക് പോയിക്കോട്ടെ എന്ന് വെച്ചാൽ മതിയായിരുന്നു. ഈ ഒരവസ്ഥയിൽ അവളെ എങ്ങോട്ട് വിടാൻ എനിക്കറിയുന്നില്ല. ആ അമ്മ കരഞ്ഞുകൊണ്ട് അവളുടെ അടുക്കലെത്തി. മോളെ മോളെ അവൾ പേടിച്ചിട്ട് മിണ്ടാൻ തന്നെ ഭയന്നിരുന്നു. മോളെ അവനിളക്കത്തിലാണ്, ദാ ഒരു പിടി ഗുളികയും കൊണ്ട് വന്നിക്കണ്. ഇത് കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, 2 എണ്ണം വീതം. മോള് കഴിക്കരുത് കേട്ടോ ഒരിക്കലും. ഞാനിത് നിനക്ക് കലക്കി തന്നു, കുടിച്ചു എന്ന് വേണം പറയാൻ. ഒരിക്കലും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ആ ഒരു ഗുളികയെടുത്ത് അടുപ്പിലേക്ക് ഇടട്ടെ എന്ന് കരുതിയപ്പോഴേക്കും വേണ്ട, അത് കത്തിക്കുമ്പോൾ ഒരു സ്മെല്ല് വരും. അപ്പോഴും ചെക്കൻ ഇളകി വരും. തൽക്കാലം അടുപ്പിൽ നിന്ന് വാരിയ വെണ്ണൂറെല്ലാം ഒരിടത്ത് കൂട്ടിയിട്ടിരുന്നു.
അതിനുള്ളിലേക്ക് ആ ഗുളിക ആ അമ്മ മെല്ലെ അങ്ങ് പൂഴ്ത്തി വെച്ചു. അവൾക്ക് ഇച്ചിരി കഞ്ഞിയെടുത്ത് അവളുടെ അടുക്കിലേക്ക് ചെന്നു. മോളെ, ഈ കഞ്ഞി കുടിക്ക്, കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, ക്ഷീണം വരും മോൾക്ക്. എന്തായി എന്ന് പറഞ്ഞുകൊണ്ട് അവനതാ അടുക്കളയിലേക്ക് വരുന്നു. അതൊക്കെ കൊടുത്തു മോനെ. നല്ല സ്നേഹത്തിൽ തന്നെ അമ്മ അവനോട് പറഞ്ഞു. അതൊക്കെ കൊടുത്തു. അവൾ കുടിച്ചു. പാവം, അവളാകെ പേടിച്ചിട്ടുണ്ട്. അവൾ മനസ്സറിഞ്ഞു തന്നെയാണ് അത് കുടിച്ചത്. എന്താ ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു ചെക്കൻ്റെ മോനെ പ്രസവിക്കണേക്കാളും നല്ലത് സ്വന്തം തടികൊണ്ട് ജീവിക്കല്ലേ. അതൊക്കെ അവൾ കുടിച്ചു. അപ്പോഴാണ് അവന് സമാധാനമായത്. പെട്ടെന്ന് തന്നെ അവൻ ഫോൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പുറത്ത് നിന്ന് ഫോൺ ചെയ്യുന്നു. ബോസേ, അതൊക്കെ സെറ്റായിട്ടോ, അതൊക്കെ കൊടുത്തു കഴിഞ്ഞു, നിങ്ങൾ പറഞ്ഞ പോലെ. ആ, ഇനിയിപ്പോൾ വൈകാതെ തന്നെ. ഓക്കെ, അതൊന്നും വിഷയമല്ല. എടാ രാജേഷ്, നീയാണ് ആൺകുട്ടി. കണ്ടോ, സ്വന്തം ഭാര്യയാണെന്ന് പോലും വകവെക്കാതെ സ്വന്തം ബോസിന് വേണ്ടി എല്ലാം തരുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്റ്റാഫ് നീയാണ്. മറ്റുള്ളവരൊന്നും ഇതിന് കിട്ടൂല. നീയാണടാ ആൺകുട്ടി. നീയെ എന്തായാലും നിനക്ക് ഞാൻ എൻ്റെ ചങ്ക് പറിച്ചു തരും. എത്ര ക്യാഷ് വേണമെങ്കിലും പറഞ്ഞോ, നിനക്കുള്ളത് ഞാനങ്ങ് ഇട്ട് തരൂലേ. അല്ല, ഇനിയിപ്പോൾ എത്ര ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും നാവല്ലേ? ഏറി വന്ന ഒരാഴ്ച, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഓക്കെ, ഒരാഴ്ചക്കകം അവളെ നീ എൻ്റെ അടുക്കൽ എത്തിക്കണം. അവളുടെ ആ സുന്ദരമായ ആ ഒരു ശരീരം, ആ ഒരു മുഖം, അതെല്ലാം എനിക്കുള്ളതാണ്. എങ്ങനെ രാജേഷ്, നിനക്ക് എങ്ങനെ ഇത് ഒത്തുകിട്ടി? ഇത്രയ്ക്കും നല്ലൊരു പളുങ്ക് ഭരണിയെ. പക്ഷേ പിന്നൊരു കാര്യം കേട്ടോ, നിൻ്റെ ഭാര്യ എന്നെ തൊടാൻ പോലും ഒന്നും സമ്മതിച്ചിട്ടില്ല. ഒരിക്കൽ പോലും അവളെ ഞാൻ തൊട്ടിട്ടില്ല. തൊടാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്കും അവൾ തെന്നുമാറാണ് ചെയ്തത്. എനിക്കറിയാം, അതൊക്കെ എൻ്റെ കുഞ്ഞ് തന്നെയാണ്. അവളോട് ഞാൻ വേറൊരു രീതിയിൽ പറയാണ്, മറ്റുള്ളവരുടെ കുഞ്ഞെന്നൊക്കെ. അല്ലാതെ അവളങ്ങനെ പോകുന്ന പെണ്ണൊന്നല്ല. അങ്ങനെയാണെങ്കിൽ ബോസ് എത്ര അവൾ തൊടാൻ വേണ്ടി ശ്രമിച്ചു, സമ്മതിച്ചില്ലല്ലോ. അവൾ അങ്ങനത്തെ പെൺകുട്ടിയൊന്നല്ല, അവൾ നല്ലേ. പക്ഷേ എനിക്ക് തോന്നുന്നടാ, നല്ല രീതിയിൽ അവളങ്ങനെ സ്വബോധത്തിൽ അവളെനിക്ക് കിട്ടും തോന്നുന്നില്ല. അതിന് പകരമായിട്ട് ജസ്റ്റ് ഒരു മയക്കുമരുന്നെങ്കിലും കൊടുക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ അവളൊന്ന് മയങ്ങി കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിലേ പണി പാളും. കയ്യിൽ കിട്ടിയതെടുത്ത് എറിയവള്. അവള് നല്ല പെണ്ണാണ്. അതൊക്കെ എന്തൊക്കെയുണ്ട് ബോസേ, അതൊന്നും ഒരു വിഷയമില്ല. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള എത്ര ടൈം മയക്കി കെടുത്തണം എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി. അതൊക്കെ കിട്ടാനാണോ പ്രയാസം? രാജേഷ്, നീയാണ് ആൺകുട്ടി കേട്ടോ. കൺഗ്രാജുലേഷൻസ്. എന്തൊക്കെ തന്നെയായാലും നിനക്കതിന് കഴിഞ്ഞല്ലോ. എന്നാൽ ഐ ആം വെയിറ്റിംഗ്. ഓക്കെ. തൻ്റെ ഭാര്യയെ മറ്റൊരുത്തിനു വേണ്ടി പണയം വെക്കുവാൻ മടിയില്ലാത്ത ചെറ്റത്തരം ചെയ്യുന്ന രാജേഷ്. ഇതൊന്നും അറിയാത്ത പാവം ജസീന. സ്വന്തം ഇഷ്ടത്തിനു വേണ്ടി മാതാപിതാക്കളെ വകവെക്കാതെ അവരവരുടെ ഇഷ്ടം മാത്രം തിരഞ്ഞെടുത്ത് ഏതോ ഒരു തെണ്ടിയുടെ കൂടെ ഇറങ്ങിപ്പോന്ന ആ ഒരു ജസീനയുടെ ആ ഒരു സമയത്തെ പൊട്ടത്തരം മൂലം ഇപ്പോഴിതാ അവൾ അനുഭവിക്കുന്നത് വലിയൊരു ദുരന്തം തന്നെയാണ്. ഒരു ദുരന്തത്തിൻ്റെ കൂടെയാണ് താൻ ഇറങ്ങിപ്പോയി താലി കെട്ടുന്നത് എന്നുള്ള കാര്യമൊന്നും അവൾ ഓർത്തതേയില്ല. ഉമ്മയും ഉപ്പയും അറിയാതെ അങ്ങനെ ചെയ്തപ്പോഴും. പക്ഷേ ഇന്നതിന് അവൾ നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. ജീവിതവും പരലോകവും നഷ്ടപ്പെട്ട ഒരു പെണ്ണാണ് ജസീന. ദുനിയാവുമില്ല, ആഖിറവുമില്ല, ബന്ധങ്ങളുമില്ല, കുടുംബങ്ങളുമില്ല. ഒരു നിമിഷം അവൾ ആ വീട്ടിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. പക്ഷേ അവൻ കാവൽ നായയെ പോലെ അവിടെ നിൽക്കുകയാണ്. അവളെങ്ങാനും പുറത്തിറങ്ങി പോകുന്നുണ്ടോ എന്നറിയുവാൻ വേണ്ടിയിട്ട്. പലവട്ടം അമ്മ അത് നോക്കുന്നുണ്ട്. അവിടെ വരെ പോയി നോക്കും, കവല വരെ. അവിടെ എത്തിയാൽ ഒരു ഓട്ടോക്കെങ്കിലും അങ്ങ് വിട്ടാൽ മതിയായിരുന്നു എന്നാണ്. പക്ഷേ ഇവൻ ഇറങ്ങുന്നേയില്ല. അവൻ്റെ അക്കൗണ്ടിലേക്ക് പണമിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവളുടെ പേരിൽ തൻ്റെ ഭാര്യയെ വിറ്റ് കിട്ടുന്ന ആ ഒരു ക്യാഷാണ്. അതും തൻ്റെ മുതലാളിയായ ബോസിനാണ്. അതുകൊണ്ട് തന്നെ പൈസക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അവൾ അവിടെ എങ്ങനെ വേണം. ഒരിക്കലും അവളെ കൈവിടാൻ അവൻ തയ്യാറല്ലായിരുന്നു. അവളുടെ ഗർഭം ഒഴിവാക്കി അവളെ വീണ്ടും അയാൾക്ക് വേണ്ടി സമ്മാനിക്കുവാൻ വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. പലവട്ടം അമ്മ അത് നോക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ. പക്ഷെ ഒരു വഴിയും കാണാത്തത് കൊണ്ട് തന്നെ
അവരും അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോഴും ജസീന പ്രാർത്ഥിക്കുന്നത് ഇതാണ്: റബ്ബേ, എനിക്ക് പറ്റാനുള്ളത് പറ്റിപ്പോയി. എൻ്റെ ജീവിതമെല്ലാം തകർന്നു, അതെല്ലാം കേടുവന്നു. എനിക്ക് ദുനിയാവുമില്ല, ആഖിറവുമില്ല. റബ്ബേ, ഒരു പെൺകുട്ടികൾക്കും എൻ്റെ ഈ ബുദ്ധി തോന്നാതിരിക്കട്ടെ. അപ്പോഴത്തെ ആ ചോരത്തിളപ്പിൽ അവൻ രാജേഷ് എൻ്റെ എല്ലാം ആയിരുന്നു. അവനില്ലാതൊരു ജീവിതം എനിക്കില്ലായിരുന്നു. അവൻ മാത്രമായിരുന്നു എൻ്റെ എല്ലാം. ഉമ്മയെയും ഉപ്പയെയും അനിയത്തിമാരെയും അനിയനെയും കാണാതെ അവരൊന്നും എനിക്കൊരു വിഷയമേ അല്ലായിരുന്നു. അവരൊക്കെ എന്ത്, അതിനേക്കാൾ സ്നേഹം തരുന്ന എൻ്റെ പ്രിയപ്പെട്ട രാജേഷ് ഉണ്ടല്ലോ എൻ്റെ കൂടെ. അവരുണ്ടാവുമ്പോൾ എന്തിനാ മറ്റുള്ളവർ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. അവൻ്റെ ആ ഒരു സ്നേഹം കിട്ടുമ്പോൾ അത് വല്ലാത്തൊരു സുഖമായിരുന്നു. അവൻ്റെ സംസാരം കേൾക്കുമ്പോൾ അത് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. അവൻ്റെ ആ ഒരു സ്വപ്ന ലോകത്തേക്ക് അവൻ പലതവണ എന്നെ ഫോൺ വിളിക്കുമ്പോൾ തന്നെ കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു. അപ്പോഴെല്ലാം ഏതോ ഒരു മായാലോകത്തായിരുന്നു ഞാൻ അവൻ്റെ കൂടെ. തന്നെ സ്നേഹിച്ച തൻ്റെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദ്, ഹേയ് വേണ്ട, എന്തിന്, രസകരമല്ലാത്ത ആ ഒരു ജീവിതത്തിലേക്ക് എനിക്ക് താല്പര്യമില്ല. ഷെഫിയുടെ കൂടെ ജീവിക്കാൻ, എന്താ മൂടി പൊതിച്ചുകൊണ്ടുള്ള ആ ഒരു ജീവിതം, സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം, അതൊന്നും എനിക്ക് വേണ്ട. പിതാവ് പറഞ്ഞ ആ ഒരു വാക്കുകൾ, മോളെ, അതാണ് നല്ലത്, ദുനിയാവും ആഖിറും ഉണ്ടാകും. ഉപ്പയുടെയും ഉമ്മയുടെയൊക്കെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് ഈ ഒരാളുടെ കൂടെ ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. പക്ഷെ ഒരു മാസം നിന്നപ്പോഴേക്കും അവന് പതുക്കെ അവൻ്റെ സ്വഭാവം മാറി തുടങ്ങി. ഇപ്പോൾ ഞാനൊരു വിൽപ്പന ചരക്കാണ്. ക്യാഷിന് വേണ്ടി തന്നെ അവൻ വിൽക്കുന്നു, അവൻ്റെ മുതലാളിക്ക് വേണ്ടി. എന്തൊരു നീചമായ പ്രവൃത്തി! റബ്ബേ, ഒരു കുട്ടിക്കും ഇങ്ങനെയൊരു ഗതി ഇല്ലാതിരിക്കട്ടെ. ഇങ്ങനെയൊരു ചിന്ത ഒരു പെൺകുട്ടിക്കും തോന്നാതിരിക്കട്ടെ. അവരുടെ ജീവിതം അവർ നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. ഇതിൽ പലരും ചെന്ന് കലാശിക്കുന്നത് ആത്മഹത്യയിലായിരിക്കും. പക്ഷേ അവൾക്ക് അതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രം ജസീന പിടിച്ചു നിൽക്കുന്നു. പണ്ടെപ്പോഴോ ഉപ്പ പറഞ്ഞ വാക്കുകൾ, ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മരിച്ചു തന്നാൽ എപ്പോഴും ആത്മഹത്യ ചെയ്തുകൊണ്ടേയായിരിക്കും. പിന്നീടൊരിക്കലും പഴയ രീതിയിലേക്ക് നമുക്ക് ആവാൻ കഴിയില്ല. തൂങ്ങി മരിച്ച ആളാണെങ്കിൽ തൂങ്ങി മരിച്ചുകൊണ്ടേയിരിക്കും. വിഷം കഴിച്ചതാണെങ്കിൽ എപ്പോഴും അങ്ങനെ. ഉയരത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നവരാണെങ്കിൽ അതും അങ്ങനെ. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും, എങ്ങനെ സൂയിസൈഡ് ചെയ്താലും അത് എല്ലാ സമയത്തും നാം അങ്ങനെ തന്നെയായിരിക്കും എന്നുള്ള ഒരു ഭയം കൊണ്ട് മാത്രം അവൾ അതിൽ നിന്ന് പിന്നിട്ട് നിൽക്കുന്നു. ആ ഒരു വാക്കെങ്കിലും പ്രിയപ്പെട്ട പിതാവിൻ്റേത് എടുത്തതുകൊണ്ട് അവൾ അതിൽ നിന്ന് പതുക്കെ പിന്മാറുകയാണ്. അല്ലെങ്കിൽ പലതവണ വിചാരിക്കും, ആ ട്രെയിനിനടുത്തുനിന്ന് പോയി തല വെച്ചാലോ, ആ കിണറ്റിലേക്കൊന്ന് ചാടിയാലോ, ഒന്ന് തൂങ്ങിയാലോ എന്നൊക്കെ. പക്ഷെ ഭയമാണ്. ഭയം കൊണ്ട് അവൾ തൻ്റെ ജീവിതം പേടിച്ചുകൊണ്ട് ജീവിക്കുന്നു. റബ്ബേ, ഒരു പെൺകുട്ടിക്കും ഇങ്ങനെയൊരു വിധി ഇല്ലാതിരിക്കട്ടെ. ഇൻഷാ അല്ലാ, ജസീനയുടെ ജീവിതം എന്താവും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഭാഗം നമുക്ക് നാളെ കാണാം. പഠിച്ച റബ്ബ് നമ്മുടെ മക്കളെയും നമ്മുടെ സഹോദരങ്ങളെയും എല്ലാവരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.